ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന കരുണ, ആർദ്രത, കരുതൽ തുടങ്ങിയ സനാതന മൂല്യങ്ങൾ ഈ ചെറിയ സ്കിറ്റ് തുറന്നു കാട്ടുന്നു. മാതാപിതാക്കളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും ഇതൊരു സന്ദേശമാകട്ടെ. നമ്മുടെ മക്കളൊക്കെ കണ്ടിട്ട് എത്ര നാളായി. ശരിയാ, നമ്മുടെ കൊച്ചുമക്കളെ കണ്ടിട്ട് പോലും ഇല്ല. എന്റെ കൊച്ചുമക്കളെയൊക്കെ കണ്ടിട്ടൊന്ന് മരിച്ചാൽ മതിയായിരുന്നു. ഞാൻ നോക്കിയിട്ടില്ല. ഹലോ, ആ മോനെ വരുവാണോ? കൊച്ചുമക്കളുണ്ടോ? അടുത്ത ആഴ്ചയോ? ആ പറഞ്ഞേക്കാം. ഓക്കെ മോനെ. അച്ചായോ, മക്കളാ, അവരെല്ലാരും കൂടെ അടുത്ത ആഴ്ച വരുവാന്ന്. ആ ആ ഇവിടെ ഒന്നും ഇരിപ്പില്ലല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും, അപ്പുറത്തെ പ്ലാവിലൊരു ചക്ക വളർന്നിപ്പോണ്ട്, അതിങ്ങ് പറിച്ചോണ്ട് പോവാം. ആ, ഞാൻ വാക്കത്തി എടുത്തോണ്ട് വരാം. ഇന്നാ ചായ വാക്കത്തി. അങ്ങനെ ഒരാഴ്ചയുടെ കാത്തിരിപ്പിന് ശേഷം മക്കളും കൊച്ചുമക്കളും മരുമക്കളുമെല്ലാം വീട്ടിലേക്ക് കടന്നു വരുന്ന ആ ദിവസം. മക്കളൊക്കെ വരുമോ? അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി വെക്കാം. ഓ ശരിയാണല്ലോ, നേരത്തെ വിളിച്ചപ്പോ അവർ എത്താറായെന്നാ പറഞ്ഞേ. ആ അയ്യോ, അടുപ്പിൽ കിടക്കുവോ? ആ, അവര് വരുമ്പോ എന്നെ വിളിക്കണേ. എന്നെ കാണാടി ഇവിടെ, ഞാൻ വണ്ടിക്ക് തരുന്ന പോരാ. കുറച്ച് സമയത്തേക്കല്ല ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഓ മക്കള് വന്നോ? മോളെ മോളെ, എത്ര നാളെ കണ്ടിട്ട്. മക്കളൊക്കെ എന്തി? അവരൊക്കെ അവിടെ ഉണ്ട്. അവരെന്താ കൊണ്ടുവരാഞ്ഞേ? അവർക്ക് പഠിക്കുന്നതിന്റെ ഒക്കെ തിരക്കില്ല. അയ്യോ കഷ്ടമായിപ്പോൾ, അവരെയൊക്കെ കാണാന്ന് വിചാരിച്ചതാ. സാരമില്ല, മോള് പോയിരിക്കും. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കുന്ന കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. മോളെ, ആ വീട് കണ്ടോ? ആ വീട്ടിലൊരു അപ്പച്ചനും അമ്മച്ചുണ്ട്. അവരുടെ അടുത്തൊന്നും പോയേക്കരുത്, അവർക്ക് ഒത്തിരി അസുഖമൊക്കെ ഉണ്ട്. അസുഖമെല്ലാം നോക്കി പിടിക്കും. അങ്ങോട്ടൊന്നും പോയേക്കല്ലേ കേട്ടോ. പിന്നെ അവരാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാനൊക്കെ തരും, അതൊന്നും കഴിച്ചേക്കല്ലേ കേട്ടോ. നമുക്ക് കേറിപ്പാ. മോള് വന്നോ? എത്ര പ്രാവശ്യം പറയാം അങ്ങോട്ട് പോകല്ലെന്ന്. മോളെ, അമ്മച്ചി കണ്ടിട്ടുണ്ടോ? പോയി അവിടെ ഇരിക്കേ, അവിടെ പോയി. ഇരിക്കും മോളെ. നിങ്ങൾക്ക് കാര്യം കൊടുത്താൽ പോരായിരുന്നു. ശരി, കഴിക്കാൻ മോനെ, മോളെ എത്ര നാളെ കണ്ടിട്ട്. എന്നാ പിന്നെ നിങ്ങൾ എല്ലാവരും സംസാരിച്ചിരിക്കേ, ഞങ്ങൾ പോയി കഴിച്ചിട്ടെത്തില്ല. നിങ്ങൾ കൂടെ വാ. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ? ഇവരെ കൊണ്ട് മർത്തോമയെ കൊണ്ടുവിട്ടാലോ? അതെ, അവിടെ ആവുമ്പോ വലിയ ചെലവില്ല. അവിടെ കൊണ്ടുവിട്ടാലോ? ഇക്കാര്യം നീ വേണം ഒന്ന് അവരോട് പറയാന്. ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾക്കെന്താ പറഞ്ഞാല്? അത് പറ്റത്തില്ല, നീ വേണം അതൊക്കെ പറയാന്. എന്റെ അടുത്ത മൂത്ത പോയി, നീ തന്നെ വേണം കാര്യങ്ങളെല്ലാം പറയാൻ. എന്തായാലും നമുക്ക് വന്ന കാര്യം നടത്തിയാ പോരെ.
അതെ, പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കുക, സമയമില്ല. അപ്പോ ഒരു കാര്യം പറയാനുണ്ടല്ലോ, അമ്മയും കൂടെ വിളി. ഇല്ല ഞങ്ങൾക്ക് സമയമില്ല, പെട്ടെന്ന് ഇനി വരാൻ പറ. ഓ എന്താ മക്കളെ, ഞാൻ കഴിക്കാൻ എടുക്കുമായിരുന്നു. ഓ വേണ്ട ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. പെട്ടെന്ന് ഞങ്ങൾക്കാണെങ്കിൽ നിൽക്കുന്നില്ലേ, ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്നാ ശരിയാത്തില്ലല്ലോ. നിങ്ങളെ നോക്കാൻ എപ്പോഴും ഞങ്ങൾക്ക് നാട്ടിൽ വരാനൊന്നും പറ്റത്തില്ല. അതിന് നിങ്ങളിപ്പോ ഞങ്ങളെ നോക്കാറൊന്നുമില്ലല്ലോ, ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ ഇവിടെ നിൽക്കുന്നേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കണ്ടേ, നിങ്ങളെ നോക്കിക്കൊണ്ടിരുന്നാ മതിയോ? എന്താ മക്കളെ നിങ്ങൾ പറഞ്ഞു തരുന്നേ? വളച്ചേട്ടാ, എനിക്ക് വീടും വസ്തു വേണം. വീട് വസ്തുവോ? ഓൾട്ടേജ് ഹോമിലോട്ട് വിടും. വോൾട്ടേജ് ഹോമോ? എന്റെ കർത്താവേ. അവിടെ നല്ല സുഖമേ. അതെ, അവർ നിങ്ങളെ ശരിക്കും നോക്കിക്കോളും. നിങ്ങളെ വീട് വസ്തു മോന്റെ പേരിലോട്ടങ്ങ് എഴുതി കൊടുത്തേക്ക്. അതെങ്ങനെ ശരിയാവും? മോന്റെ പേരിലൊന്നും അല്ല, ഇവിടെ 3 മക്കളുണ്ട്. ഇപ്പൊ 3 പേർക്കും ഒരുപോലെ കൊടുക്കണം. അതെ, ഇവിടെ 3 മക്കളായി, വസ്തു വീട് 3ആയിട്ട് തന്നെ വിഭാഗിച്ചാലേ പറ്റത്തുള്ളൂ. എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, എനിക്ക് വീടും വസ്തു വേണം. ഞങ്ങൾക്കും അത്യാവശ്യം ഉണ്ട്, അതിനല്ലേ നമ്മളിവിടെ വന്നേക്കുന്നത്. എനിക്ക് കുറച്ച് കൂടുതൽ അത്യാവശ്യമുണ്ട്, എനിക്ക് വീടും വസ്തു വേണം. എന്തോ പറയാമത്? നിങ്ങളാണ് എന്റെ മോന് പഠിക്കാൻ പോലും പറ്റുന്നില്ല. അവിടെ നാളെ പരീക്ഷയുണ്ടോ? എങ്ങനെ എന്നെ പറ്റിയൊരു പ്രശ്നം? എന്റെ മക്കളെല്ലാം ഞങ്ങൾ അനാഥാലയത്തിൽ കൊണ്ടുവിടാൻ പോവാന്ന്. അത് ശരി, നിങ്ങൾ എന്റെ കൈകൊട്ടി പാട്ട് പാടുന്നവരൊക്കെയല്ലേ? ഇങ്ങനെയാണ് മാതാപിതാക്കളോട് പെരുമാറേണ്ടത്. എനിക്കുണ്ട് 90 വയസ്സുള്ള അപ്പച്ചനും അമ്മച്ചി. ഞാൻ ഒരു കുഞ്ഞുപോലാണല്ലോ നോക്കുന്നേ. ഞാൻ അയൽവാസിയാണ്. മക്കളെല്ലാം വന്നിട്ടുണ്ടല്ലോ, ഇനി എന്നാ വേണം? ഇതെന്നെ പറ്റി? അത് ശരി, അന്നമ്മയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണൊക്കെ അങ്ങ് പറഞ്ഞല്ലോ. വാസയാ സന്തോഷം കണ്ണീരല്ല. മക്കളെല്ലാം വസ്തുവിന് വേണ്ടി സ്വന്തം അമ്മയും അപ്പനെ അനാഥാലയത്തിലാക്കുന്നതിന്റെ സങ്കടമാണ് കാണുന്നേ. അത് ശരി. പാസ എന്നാ ഇവരെ പ്രദോഷിക്കാൻ ഞാൻ പോന്നു. എന്തായാലും മക്കളുമാരെല്ലാം ഒന്ന് ഇരിക്കും, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശാന്തമായിട്ടൊന്ന് സംസാരിക്കുന്നു. അതെ മക്കളെ, നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താ? നിങ്ങൾ എത്ര വളർത്തി വലുതായി കൊണ്ടുവന്ന അപ്പനും അമ്മയല്ലേ, നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ കാരണം നിങ്ങളുടെ ബുദ്ധിമുട്ടെന്തോ? അത് പിന്നെ പാസ്റ്ററെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങളുടെ ജോലിയൊക്കെ ഞങ്ങൾക്ക് ചെയ്യണ്ടായി. ഇവരെ നോക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ജോലിയുടെ തിരക്കുണ്ട്, നിങ്ങളുടെ പ്രാരാബ്ദം, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾക്ക് പിള്ളേരെ പഠിപ്പിക്കണം, ഇതെല്ലാം നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങളെ ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ച് ഇത്രയും വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഈ അപ്പനും അമ്മയിരുന്ന് കരയുന്ന കാണുന്നുണ്ടോ? ഇവരുടെ കണ്ണുനീര് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല, കാരണം നിങ്ങളുടെ മനസ്സാക്ഷി അത് കാണാൻ കഴിയാതെ വണ്ണം മരവിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കത് കാണാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് ഇവരുടെ കണ്ണുനീര് ഇവിടെ തൊഴിയില്ലായിരുന്നു. അതെ, ജിൻസിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജിൻസിയുടെ മോളല്ലേ അത്? ജിൻസിക്ക് ഈ മോള് വളർന്നു വരുന്നുണ്ടല്ലോ. ഇന്ന് ജിൻസി എന്ത് മാതാപിതാക്കളോട് ചെയ്യുന്നോ അത് തന്നെയായിരിക്കും മോള് നാളെയും ജിൻസിയോട് ചെയ്യാൻ പോകുന്നത്. അതെ ജാൻസിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജാൻസി ഫേസ്ബുക്കിൽ വലിയ ലൈവൊക്കെ പോകും, സ്നേഹത്തെ പറ്റി, കരുണയെ പറ്റി, ആർദ്രതയെ പറ്റി ഭയങ്കര വാദോരാധന സംസാരിക്കും. അതിന്റെ ഒരു പകുതി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നീ കണ്ണുകളിൽ നിന്ന് നനയത്തില്ലായിരുന്നു. അതൊന്ന് ഓർക്കണം കേട്ടോ. അതുപോലെ ജയിക്കിന് വലിയ കാര്യങ്ങൾ, പണം, വസ്തു, വീട്, ഇതൊക്കെ ജയിക്കിന് വലിയ കാര്യങ്ങളായിട്ട് ഇരിക്കുന്നത്. പക്ഷെ ജയിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഇരിക്കുന്ന ഈ അപ്പനും അമ്മയാണ് ജയിക്കിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഒരു പാസ്റ്റർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളെ ഗുണദോഷിക്കാം, ഉപദേശിക്കാം, നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തരാം. പക്ഷെ തീരുമാനം എടുക്കേണ്ട നിങ്ങളാണ്. നിങ്ങളുടെയാണ് അപ്പനും. എനിക്ക് ഇത്രയൊക്കെ പറയാനേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ കാര്യം. ശരിയാ പാസ്റ്ററെ, ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായത്. ഞങ്ങളിനി ഞങ്ങളുടെ മാതാപിതാക്കളെ നോക്കിക്കോളാം പാസ്റ്ററെ. പ്രായമായ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്ന പ്രവണത ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ ഓർക്കുക, പുറപ്പാട് 20:12, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അതിനാൽ പ്രായമായ മാതാപിതാക്കൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ മാതാപിതാക്കളെ പരിപാലിക്കുന്നത് ഒരു ഭാരമല്ല. പ്രായമായ മാതാപിതാക്കളോടൊപ്പം ചെലവഴിക്കുന്ന സമയം പകരം വെക്കാൻ കഴിയാത്ത ഒരു നിധിയാണ്. സദൃശവാക്യങ്ങളിൽ പറയുന്നത് പോലെ നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു. നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം.